ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ രാവിലെ 4:45. ഞങ്ങളും പോയിട്ടില്ല. സമയം രാവിലെ 4:45. നമ്മളിവിടെ എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്നതാണ് കേട്ടോ. കുറച്ചൊന്ന് വിജിലംബിച്ചിരിക്കാം, ഒന്ന് സുഖമായിട്ട് നടുന്നു വർത്താന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു 2-2:30. ഞാൻ ആയുധം എടുത്ത ഇവളപ്പെടുക്കോ? ഞാൻ പറയുന്നത് ഇവൾക്ക് അതേപോലെ ക്യാപ്ചർ ചെയ്യാമല്ലോ. അത് അപ്പോൾ ഒരു 2-2.5 മണിക്കൂറോളം നമ്മളിവിടെ ഇരുന്നു. നോക്കി അതെ, ഇരുന്നു. കുറച്ചെന്തൊക്കെയോ ഭക്ഷണം കഴിച്ചു. ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എല്ലാ തവണയും വന്നു കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലൈറ്റ് എടുക്കാനാകുമ്പോഴേക്ക്, അതായത് ബാംഗ്ലൂരോ ഡൽഹി എവിടെ വെച്ചാൽ വന്നിട്ട് അടുത്ത ഫ്ലൈറ്റ് എടുക്കാനാകുമ്പോഴേക്ക് എൻ്റെ കിളി പോണ അവസ്ഥയായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അതേ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ സമയം 4:45 സ്ഥിതിക്ക് 7 മണിക്കാണ് നമ്മുടെ അടുത്ത ഫ്ലൈറ്റ്. മെല്ലെ ഇവിടുന്ന് പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഇറങ്ങട്ടെ. നമുക്കിനി നേരെ എയർപോർട്ടിൽ പോവാം. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ പോവാം. നമ്മുടെ ഫ്ലൈറ്റിലെ ഫുഡ് അത്ര രസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. നേരത്തെ ഒരു മസാല ദോശ നമ്മൾ കഴിച്ചു. അതിന് പുറമെ എല്ലായിടത്തും അപ്പോൾ അതിന് പുറമെ ഞാനൊരു ചിക്കൻ 65 പിന്നെ ഒരു ജ്യൂസും ഒക്കെ കുടിച്ചു. പോണ്ടേ? എന്നിട്ടാണ് ആടി ഫ്ലൈറ്റ് ഇല്ലേ? എനിക്ക് ഇനി അടുത്ത ഫ്ലൈറ്റ് ഒക്കെ എടുക്കാൻ മടിയാവണം. അൽക്കാ, ഞാൻ വീട്ടിൽ വരാം. 18-ാം തീയതി നീ വീട്ടിലേക്ക് വരുമ്പോ ഒപ്പം നമുക്ക് വീട്ടിൽ കണ്ട് പോവാം. സോ ഇനി വീട്ടിലെത്തി പിന്നെ അവിടുന്ന് ഒരു വണ്ടി എടുത്ത് ഗോവയ്ക്കോ ഒരു കോവയ്ക്ക അങ്ങോട്ട് കഴിക്കാം. വിഷ്ണുവിന്റെ എക്സൈറ്റ്മെന്റ് ലെവല് എന്റെ ഓവറാക്കലൊന്നല്ല. വിഷ്ണുവിന്റെ എക്സൈറ്റ്മെന്റ് വൈശാഖ് സാർ ഇപ്പൊ അഭിനയിച്ച് കാണിച്ചു തരും. ഒരു സാധനം കണ്ട രസം. ഞാൻ ചോദിക്കാം വൈശാഖ് സാർ അഭിനയിച്ച് കാണിച്ചു തരും വിഷ്ണുവിനെ. വിഷ്ണു, ഇതൊക്കെ ഏതൊരു മനുഷ്യനും വരും. അൽക്ക, നീ നല്ല ഭംഗിയൊരു സാധനം കണ്ടാ പറയില്ലേ പാവുന്നു. ഞാൻ മുന്നേ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ, ഞാനും അൽക്കിയും ഡേ 1 തൊട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പം അന്നേ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇടയ്ക്ക് പറയും, നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്നേഴ്സും മ്യൂച്വലി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കംഫർട്ടബിൾ ആണെങ്കിൽ എന്ത് അടിപൊളിയായിരിക്കും എന്ന്. പക്ഷെ അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുമില്ല, അൽക്കിയും വൈശാഖ് സാറും നമ്മൾ റിലേഷനും ഒന്നുമില്ല. അന്നേ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇത്. പിന്നെ ലേറ്റർ അതിനിടയിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരുപാട് ഡ്രാമ എപ്പിസോഡ്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ലേറ്റർ എൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് സമയത്താണ് ഞാനും അൽക്കിയും കൂടെ പിന്നെയും വീണ്ടും ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം കമ്പനിയാവുന്നത്. പക്ഷെ അന്ന് തൊട്ട് വിഷ്ണു വൈശാഖ് സാറും കമ്പനി ആയതിനു ശേഷം ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഞാനും അൽക്കിയും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുമ്പോൾ ഇവരെ കോംപ്രമൈസ് ആക്കാറ് ഇവരാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പോലെ തന്നെ അത്രയും ഇവർ കംഫർട്ടബിളായി കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് രണ്ടുപേർക്കും. എനിക്ക് പൊതുവേ റിലേഷൻഷിപ്സിനെ പറ്റി സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് സംസാരിക്കുമ്പോൾ ചുമ്മാ ഞാൻ തള്ളുന്നൊരു കാര്യമാണ്. എനിക്ക് ബന്ധങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് വ്യക്തികളാണ് എന്നുള്ളത്. ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് എത്ര എനിക്ക് പറയാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. എനിക്ക് ഓരോരോ ബന്ധങ്ങളെക്കാളും എനിക്ക് എപ്പോഴും വലുത് തോന്നാറ് ആ ഒരു പേഴ്സൺ എങ്ങനെയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു റിലേഷനോ ബ്ലഡ് റിലേഷനോ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിലേറ്റവും പ്രയോറിറ്റിയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ അൽക്ക. ഒരു രീതിയിലും ഒരു കാലത്തും ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ വില്ലിങ് ആകാത്ത ഒരാളായിരിക്കും അൽക്ക എന്ന് എനിക്ക് തോന്നുന്നു. അത്രയൊക്കെയാണുള്ളൂ, ഓവർ പറഞ്ഞ് ചളാക്കുന്നില്ല. ചെറിയൊരു ഗുഡ് ബൈക്ക് ശേഷം നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം ഇവർ രണ്ടുപേരും വീട്ടിലോട്ട് വരും. കാരണം അപ്പോഴാണ് ഏകദേശം നമ്മൾ നമ്മുടെ വളകാപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അൽക്കിയും വൈശാഖ് സാറും പോയി. നമ്മളിത് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ ഗേറ്റ് ഓപ്പൺ ആവുന്നുണ്ടാവുന്നു. ഗേറ്റ് ഡിസൈഡർ ആവുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ സാധാരണ നമ്മൾ ടിക്കറ്റിൻ്റെ ഒപ്പം ഇത്രയും വെയിറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് വെയിറ്റും കാര്യങ്ങൾക്കൊക്കെ എക്സ്ട്രാ നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും കുറച്ച് വെയിറ്റിൻ്റെ പ്രശ്നം വരുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു 500 ഗ്രാമിൻ്റെ വെയിറ്റിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ചെക്ക് ഇൻ കഴിഞ്ഞു. ചെറിയ വെയിറ്റിൻ്റെ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 500 ഗ്രാം പ്രശ്നമുണ്ടായി. അതെടുത്ത് നമ്മൾ ബാക്കിലെ ബാഗിൽ വെച്ചു. വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. ഇനി നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി പോവുകയാണ്. ഇവിടെ ആക്ച്വലി നമുക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു റീപാക്കിംഗ് ആണല്ലോ നടക്കുന്നത്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതൊരു വലിയ ചടങ്ങാണ്. ഞാൻ അങ്ങനെ ഒരുപാട് കൺട്രീസിലൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല. മെയിനായിട്ട് യൂറോപ്പിലെ കുറച്ച് കൺട്രീസിലാണ് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അവിടുന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നിയിട്ടുള്ളത്, നമ്മൾ അവിടെയൊക്കെ ചുമ്മാ ബാഗ് വെക്കേ വേണ്ടു സെക്യൂരിറ്റിക്ക്.
പക്ഷേ ഇവിടെ നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും പുറത്തിടണം. ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഫ്രീ പാക്കിംഗ് നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും സെക്യൂരിറ്റിയിൽ വരാറുണ്ട്. ബാക്കി വേറെയുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള യൂറോപ്പിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കൺട്രീസിലേ പോയിട്ടുള്ളൂ. അവിടെയൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. സെക്യൂരിറ്റിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ചെറുതായിട്ട് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നേ. ഇന്ത്യയിൽ ഇപ്പോഴും നമ്മൾ എക്സ്റേ സ്കാനിങ് ആണ് ഉപയോഗിക്കുന്നത്. എക്സ്റേ സ്കാനിങ് വെച്ചിട്ട് ഡെൻസർ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ബാഗിൻ്റെ അകത്ത് കൂടെ പ്രോപ്പർലി കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ട്രേസിലെല്ലാം എടുത്തു വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എയർപോർട്ട് പോളിസീസും അതേപോലെ തന്നെ സ്കാനിങ് മെത്തേഡും അനുസരിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് പുറത്ത് വെക്കണോ അതോ ബാഗിൽ തന്നെ വെച്ചാൽ മതിയോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 6:30 ആകുമ്പോൾ ഗേറ്റ് ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത്. നമ്മൾ കരിപ്പൂർ ലാൻഡ് ചെയ്യുന്നത് 8:15, 8:30 അപ്പോൾ അവിടെ 2 പേരൻസും വരും. വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും വരും, എൻ്റെ അച്ഛനും അമ്മയും വരും. ഇത്തവണ നമ്മൾ 2 പേരും കാലിക്കറ്റിലോട്ടാണ് കേട്ടോ പോണത്. എൻ്റെ അമ്മ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അമ്മയുടെ സ്കൂളിൽ SSLC ഡ്യൂട്ടിയുടെ ചീഫായിരുന്നു. അപ്പോൾ ഇന്ന് ക്ലോസിംഗ് ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയ്ക്ക് ലീവ് എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അമ്മ വരുന്നുണ്ടായിരിക്കില്ല എയർപോർട്ടിലോട്ട്. അച്ഛൻ മാത്രമേ വരുന്നുണ്ടായിരിക്കുള്ളൂ. നമ്മൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വളാഞ്ചേരി പോവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 പേരും കൂടെ കാലിക്കറ്റ് പോയി 2 ദിവസം പേരൻസിൻ്റെ ഒപ്പം നിന്ന് ആണ് വളാഞ്ചേരി പോണത്. ഞാൻ ഭയങ്കര ടയർഡായി. എന്തൊക്കെയാണ് പറയുന്നതെന്ന് പ്രോപ്പർലി എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് ഉറക്കം വന്നുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ മറ്റേ ഫ്ലൈറ്റിൽ നിന്ന് അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അൽക്കേനെയും വൈശാഖ് സാറേയും കണ്ടപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ പെട്ടെന്ന് ഞാൻ മറന്നുപോയി. ഇപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര ഉറക്കം വരുന്ന പോലെ. സാറിലിന് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് ഞാൻ അപ്പം കിടന്നുറങ്ങും, പിന്നെ വൈകുന്നേരം എണീക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണേ. വെള്ളം വാങ്ങിക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ ABC ജ്യൂസ് ഉണ്ട്. ABC ജ്യൂസ് ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ 3 ദിവസം 2 ദിവസം 3 ദിവസം അങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ ഒരു ABC ജ്യൂസ് വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉറങ്ങാതിരുന്നിട്ടേ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വേണോ? വിഷ്ണുവാണ് എനിക്ക് അധിക ദിവസം ABC ജ്യൂസ് ഉണ്ടാക്കി തരാറ്. എല്ലാ ദിവസവും നമ്മൾ കഴിക്കാറില്ല. ഉണ്ട്, പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ABC ജ്യൂസ് കഴിക്കാറില്ല. വീക്ക്ലി 3 ഈ വരുന്ന 2-3 ദിവസം നമ്മൾ പച്ചക്കറിയൊക്കെ തീർന്നപ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും കഴിക്കാറ്. ഞങ്ങളൊരു വാഗ്വാദത്തിൽ ഏർപ്പെടട്ടെ. എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും ABC ജ്യൂസ് ഞങ്ങൾ ആഴ്ചയിൽ 3 ദിവസമാണോ അതോ എല്ലാ ദിവസവും കഴിക്കുക. എല്ലാ ദിവസം കഴിക്കാറില്ല. സാറ്റർഡേ സൺഡേ നമ്മൾ എന്തായാലും കഴിക്കാറില്ല. ഒരു മിനിറ്റ്, ഞാൻ അതൊന്ന് തീരുമാനമാക്കിയിട്ട് കളത്തിലിറങ്ങി തല്ലി തീർത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ. നമ്മൾ മുന്നൊരു ദിവസം ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മസാല ദോശക്ക് എത്ര വില എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഓർമ്മ ഉണ്ടോ? മാക്സിമം എത്ര കൊടുക്കുന്ന പറഞ്ഞ 80 രൂപ അല്ലേ? പിന്നെ എത്രയും മസാല ദോശ വെച്ചിട്ട് പെയ്ത് 300 350. 325. കുറച്ചൊരു എയർപോർട്ടിന്റെ റേറ്റും ഉണ്ടായിരിക്കും. പിന്നെ വിഷ്ണു ഇപ്പൊ 2 ഇയേഴ്സിന് ശേഷമാണ് വരുന്നത്. നമ്മൾ ഓരോ കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ, നാട്ടിലല്ല ഇപ്പൊ എല്ലാ സ്ഥലത്തും സാധനങ്ങൾക്ക് വില കൂടുന്നില്ലേ? ശമ്പളം ഒഴികെ ബാക്കിയൊക്കെ കൂടുന്നുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ റെസ്റ്റ് കഴിഞ്ഞു. ഗേറ്റ് നമ്പർ 19 ആണ് നമുക്ക് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണയൊക്കെ വന്നിരുന്നപ്പോൾ നെടുമ്പാശ്ശേരിക്ക് വന്നിരുന്നത് കേട്ടോ. പക്ഷെ ഇത്തവണ നമ്മൾ കരിപ്പൂറിന് വരാമെന്ന് വിചാരിച്ചു. കാരണം നെടുമ്പാശ്ശേരിയിൽ നിന്ന് വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് നമ്മൾ റോട്ടിൽ വരുമ്പോൾ റോഡിൻ്റെ അവസ്ഥയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കരിപ്പൂരിക്ക് തന്നെ വരാമെന്ന് വിചാരിച്ച്. നമ്മൾ ദുബായ് വഴിയുള്ള കുറേ ഫ്ലൈറ്റ്സ് ഒക്കെ നോക്കിയായിരുന്നേ. പക്ഷേ എല്ലാം ടൈമും കാര്യങ്ങളും ലേ ഓവറും എല്ലാം കൂടെ റെഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ബാംഗ്ലൂർ എടുത്ത് ബാംഗ്ലൂരിൽ ഒരു ചെറിയ സമയത്തിന് ശേഷം പിന്നെ കരിപ്പൂരിലോട്ട് വരാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് ജേർണി ഭയങ്കര ടയറിങ് ആയിരുന്നു കേട്ടോ. ബാംഗ്ലൂർ വരെ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയത് കാരണം നിങ്ങൾക്ക് അതിൽ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ ക്ഷീണമൊന്നും തോന്നുന്നുണ്ടായിരിക്കില്ല. പക്ഷേ എല്ലാ തവണയും വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സെക്കൻഡ് പാർട്ട് എനിക്ക് എപ്പോഴും ടഫ് ആവാറുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് കരിപ്പൂരിക്കുള്ള ഫ്ലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടി ഫ്ലൈറ്റ് ആയിരിക്കും എപ്പോഴും. നമ്മൾ അങ്ങനെ ഇവിടെ കരിപ്പൂരെത്തി. ബാഗേജ് എടുക്കുമ്പോൾ തന്നെ വിഷ്ണുവിൻ്റെ പേരൻസിനെ നമുക്ക് നേരെ അവിടെ കാണാമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അമ്മ വരും ഇത്തവണ എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു കൺഫ്യൂഷനാണെന്ന്. കാരണം അമ്മയ്ക്ക് ക്ലോസിംഗ് ഡേ ആണ്, ലീവ് എടുക്കൽ അത്ര പോസിബിൾ അല്ല. ഞാൻ ഈ ഒരു സമയത്ത് സംസാരിച്ചപ്പോൾ സ്പീക്കർ മൊത്തം പൊത്തി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്ത്. എക്സൈറ്റഡ് ആണോ വിഷ്ണു? എന്തിനാ 2 കൊല്ലത്തിന് ശേഷം നാട്ടിലെത്തിയല്ലേ? ഇത് എക്സൈറ്റ്മെന്റ്. ഞാനൊരു 5-6 മാസത്തിന് ശേഷമാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു വിലയുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മെയിൻ അറ്റൻഷൻ വിഷ്ണുവിലേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ഒക്കെ ആയതുകൊണ്ട് ചെറിയൊരു കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു.
കാലിക്കറ്റും വളാഞ്ചേരിയുള്ള ഷട്ടിൽ സർവീസ് കുറയ്ക്കാൻ വേണ്ടി ഇത്തവണ നമ്മൾ ആ ഒരു രീതിയിലാണ് 2 വീട്ടിൽ നമ്മുടെ ഡേറ്റ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 കൊല്ലം വിഷ്ണു എത്തിയിട്ടോ. അതിൻ്റെ സന്തോഷപ്രകടനം നിങ്ങളുടെ ഇടയിൽ ഞാൻ കണ്ടില്ലല്ലോ. നമുക്കിവിടുന്ന് 1 മണിക്കൂറുണ്ട് വീട്ടിലോട്ട്. വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചാൽ ഉറക്കം. അമ്മ കുറേ കാലത്തിന് ശേഷം വ്ളോഗിൽ വരുന്നു. അതെ, ഈ ഒരു മാസം വ്ളോഗിൽ കളയാം. നമ്മൾ 4 പെട്ടിയൊക്കെ ആയിട്ട് വന്നോണ്ടേ അച്ഛൻ കുറച്ച് വലിയൊരു കാറൊക്കെ വിളിച്ച് ഡ്രൈവറൊക്കെ വെച്ചാ വന്നേ. കാരണം നമ്മുടെ കാറിൽ ഈ ഒരു 4 പെട്ടിയും കൂടെ ഒരുമിച്ച് കയറുമെന്ന് സംശയമാണ്. ഇത് തോന്നണം കോഴിക്കോട് എത്തിയിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം പാടില്ലാന്ന്. കോഴിക്കോട് എത്തിയ പോലെ ഉണ്ടാവുന്നു. 1/4 മണിക്കൂറിൽ നമ്മൾ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ വീട്. അക്ഷരം എന്നുള്ള പേര് സെലക്ട് ചെയ്തത് അമ്മയാണേ. അമ്മയും അമ്മമ്മയും ഒക്കെ ടീച്ചേഴ്സാണ്. അപ്പോൾ അക്ഷരത്തിനോടുള്ളൊരു താല്പര്യം കൂടുതൽ കൊണ്ടാവാം അക്ഷരം എന്നുള്ള പേര് വീട്ടിന് വെച്ചത്. വീട്ടിൽ കുറേ ചെടികളുണ്ട് കേട്ടോ. അമ്മയ്ക്കും അച്ഛനും ചെടികൾ നല്ല ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലും ചെടികളുണ്ട് കുറേ. കാരണം അവിടെ എല്ലാവർക്കും ചെടി നല്ല ഇഷ്ടമാണ്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക തരം ക്ഷീണം വരാനുണ്ടായിരുന്നു. ഇതാണ് ഇവിടെ നമ്മുടെ ബെഡ്റൂം. ഞാൻ പെട്ടിയൊക്കെ ഒന്ന് വെച്ച് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. വീട്ടിലെത്തിയാൽ നമുക്ക് ക്ഷീണം കൂടുമല്ലോ. ഞാൻ ഇനി പെട്ടെന്നൊരു കുളിച്ച് തല നനയ്ക്കുന്നില്ല. ഞാൻ രാവിലെ തല നനയ്ക്കാൻ വന്നാൽ എനിക്ക് പിന്നെ അത് ഉണക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് സമയം എടുക്കും. അതുകൊണ്ട് ഒന്ന് മേല് കഴുകി ഫ്രഷായി ഫുഡ് കഴിച്ച് ഞാൻ ഉറങ്ങാൻ പോവാണ്. പിന്നെ വൈകുന്നേരം തന്നെ നോക്കിയാൽ മതി. ഓക്കെ. ഭയങ്കര ടയർഡായി പോയി. തന്നെ ടയർഡായിട്ടില്ലേ? അപ്പോൾ പെട്ടെന്നൊന്ന് മേല് കഴുകിയിട്ട് നമുക്കിനി കാണാം കേട്ടോ. കുളി കഴിഞ്ഞു. ഇനി പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ കേട്ടോ. എന്നിട്ടൊന്ന് കിടന്ന് ഉറങ്ങാം. അമ്മ ചോദിച്ചിരുന്നു കേട്ടോ എന്താ കഴിക്കാൻ വേണ്ടതെന്ന്. എനിക്കാണെങ്കിൽ അമ്മയുടെ ഏറ്റവും ഇഷ്ടം ദോശയും ഉള്ളിച്ചമ്മന്തിയാണ്. പക്ഷെ വിഷ്ണുവിന് പുട്ടും ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ 2 പേരും 2 മെനുവാണ് പറഞ്ഞത്. പക്ഷെ അമ്മ അതേ അടിപൊളിയായിട്ട് നമുക്ക് 2 പേർക്ക് വേണ്ട കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എത്ര അമ്മയുടെ നിന്ന് റെസിപ്പി നോക്കി ഇതേപോലെ ചമ്മന്തി അരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാലും എനിക്ക് ഒരിക്കലും ഈ ഒരു കളർ കിട്ടാറില്ല. എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് ദോശ കേട്ടോ. ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നന്നായി നല്ല തിന്നായിട്ട് ദോശ ഉണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷെ അമ്മയുടെ ദോശയുടെ അത്ര എൻ്റെ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം അമ്മ നല്ല അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കും. നല്ല പച്ച വെള്ളത്തിലൊരു കുളിയും, അത് കഴിഞ്ഞ് വെള്ളപ്പും ചിക്കൻ കറിയും, പിന്നെ എന്തായിരുന്നു നല്ല ദോശയും ഉള്ളി ചമ്മന്തിയും കൂടെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒന്ന് നടന്നുറങ്ങുക എന്നൊക്കെ പറയില്ല, ആ ഒരവസ്ഥയാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഞാൻ ഈ ബെഡിലായിരിക്കും. മിനിമം ഞാൻ 5-6 മണിക്കൂറൊന്ന് ഉറങ്ങി ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ബാക്കി എന്തെങ്കിലും കഴിച്ചിട്ട് ഉറങ്ങാം. ശരിയാവും. നീ ഉറങ്ങാം. ഉറക്കം എന്നൊക്കെ പറഞ്ഞ ഇമ്മാരി ഉറക്കം ഞാൻ ജീവിതത്തിൽ ഉറങ്ങിയിട്ടില്ല. ഉറക്കത്തിനിടയിൽ ഹാലൂസിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങിയേ. എന്നിട്ട് ഇപ്പതേ എണീറ്റു. എനിക്കറിയാം ഞാൻ വന്നിറങ്ങി ഇവിടുന്ന് വീഡിയോ ഒന്നും അത്ര നന്നായിട്ട് എടുത്തിട്ടില്ല എന്ന് കേട്ടോ. എല്ലാ തവണയും നാട്ടിൽ വന്നിട്ടുള്ള സെക്കൻഡ് വീഡിയോ ഞാൻ പറയുന്നതാണ്. കാരണം ഞാൻ ഭയങ്കര ടയർഡായി പോകാറുണ്ട്. അപ്പോൾ ഇപ്പം ഇനി പോയിട്ട് ലഞ്ച് കഴിക്കട്ടെ. ചെറിയൊരു ജെറ്റ് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം 4.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ലഞ്ചിൻ്റെ ഒരു സമയമായിട്ടാണ് ഫീൽ ചെയ്യണത്. പോയിട്ട് ലഞ്ചിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ കഴിക്കട്ടെ. അമ്മ പറയുന്നുണ്ട് രാത്രി ഇനി ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഉറങ്ങിയാൽ പോയോ രാത്രി ഉറങ്ങാൻ പറ്റുമോ. ലഞ്ചിന് നമുക്ക് ചോറും സാമ്പാറും നല്ല കട്ടത്തൈരും ചീരപ്പേരിയും മീൻ വറുത്തതും നല്ല വിനീഗറിലിട്ട കാന്താരി മുളകുമായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ലഞ്ച് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം സമയം ഇപ്പോൾ വൈകുന്നേരം 5-5:45 ആയിട്ടുണ്ട്. ഇത്തവണയാണ് വന്നതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ജെറ്റ് ലാഗ് ഫീൽ ചെയ്തത്. കാരണം എപ്പോഴും വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 8-10 മണിക്കൂർ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ജെറ്റ് ലാഗ് കുറച്ച് കുറയും. പക്ഷേ ഞാൻ ഇത്തവണ 2 ബ്രേക്ക് എടുത്തിട്ടൊക്കെ അല്ലേ ഉറങ്ങി. അതിൻ്റെ ആയിരിക്കും തോന്നുന്നു. ഇവിടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ റോഡാണ്. പിന്നെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ അമ്പലം ഉണ്ട്. അതാ ശബ്ദം കേൾക്കുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് പൊങ്ങും കേട്ടോ. ഞാനിപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കുറച്ച് കാലമായി. ഇപ്പം ഇനി എടുക്കാൻ പറ്റൂലല്ലോ. കാരണം പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മൾ എടുക്കരുത് കെരാറ്റിൻ. അപ്പോൾ അവിടെ ആകുമ്പോൾ ഹ്യൂമിഡിറ്റി കുറച്ച് കുറവല്ലേ അറ്റ്മോസ്ഫിയറിൽ. അതുകൊണ്ടാണ് തോന്നുന്നു മുടി ഭയങ്കര സ്റ്റൈൽ ചെയ്തിടാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ വന്നാൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. മുടി കണ്ടോ ഇങ്ങനെയൊക്കെ പൊങ്ങി തുടങ്ങും. അപ്പോൾ അതാണ് മുടിയുടെ സീക്രട്ട്. നിങ്ങൾ ചോദിക്കാറില്ലേ എന്താണ് ഞാൻ അവിടുത്തെ ചെയ്യാറെന്ന്. ഒന്നും ചെയ്യാറില്ല. അവിടുത്തെ ഒരു ഹ്യൂമിഡിറ്റിയൊക്കെ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസാണ് തോന്നുന്നു മുടി കുറച്ച് സ്റ്റൈൽ ചെയ്ത പോലെ കിടക്കുന്നത്. ഇവിടെ എത്തിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടോ പൊങ്ങി തുടങ്ങും. ഇത് ഞാൻ വന്ന് കുളിച്ചിട്ടില്ലേ.
ഇവിടെ കണ്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങും. വിഷ് നല്ല ചൂടുണ്ട്, തണുപ്പില്ല പുറത്തധികം. തണുപ്പല്ല, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ചെറിയ ഇതുണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ട് നാട്ടിൽ വീട്ടിലൊക്കെ എത്തിയിട്ട് രസമുണ്ടാവും. ഞാനും അൽക്കിയും കൂടെ സംസാരിക്കുമ്പോൾ വരുന്ന സ്ലാങ് ആട്ടോ. അത് അൽക്കാനെ കണ്ടാൽ കുറച്ച് ദിവസം എൻ്റെ അതുണ്ടാവും. പച്ചമാങ്ങയോ? ഇത് സപ്പോർട്ടല്ലേ ഇത്? ആ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. ഓ ശരിയാ, മാങ്ങയുണ്ട്. ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ലേ. അപ്പുറത്തതാ കണിക്കൊന്ന ഉണ്ടോ? എന്തൊരു സന്തോഷം കണിക്കൊന്നൊക്കെ കാണുമ്പോ. ചൂടുണ്ട്. ഞാൻ ചെരുപ്പിട്ടൂടെ? ഞാൻ ചെരുപ്പിട്ടുണ്ട്. ഉണ്ടോ മാങ്ങ, സപ്പോട്ട, കണിക്കൊന്ന. അച്ഛൻ ചെടി നനച്ചോണ്ടിരിക്കുക അവിടെ. അച്ഛന് കുറേ ചെടികളുണ്ട് ഇവിടെ. ഉണ്ടോ? ഉണ്ടോ? ഇരുമ്പാമ്പുളി ഉണ്ടെന്ന്. ഇരുമ്പാമ്പുളി അടിക്കാം. എനിക്ക് ഭയങ്കര കഴിക്കാൻ തോന്നിയിരുന്നൊരു കാര്യമായിരുന്നു ഇരുമ്പാമ്പുളി. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫസ്റ്റ് ടൈം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു കേട്ടോ, ഈ ഒരു വലിയ മാവും അടിയിൽ ചെറിയൊരു ലോണും ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. അന്ന് ഞാൻ വിചാരിച്ചത് ഇവിടെ ഞാൻ ഒരുപാട് നേരം ഇരിക്കുന്നതാണ്, കാരണം എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കാനൊക്കെ ഇഷ്ടമാണല്ലോ. പക്ഷെ സത്യം പറഞ്ഞ ഇവിടെ ഞാൻ വളരെ കുറച്ചേ ഇരുന്നിട്ടുള്ളൂ. അറിയില്ല, ഞാൻ പൂക്ക ഏൽപ്പിച്ചിട്ടൊന്നല്ല ഞാൻ പോയത്. വിഷ്ണു വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം കാർ എടുത്തിട്ട് ചെറിയൊരു റൗണ്ട് പോകും. ഇവിടെ കുറച്ച് റിവേഴ്സും ഒക്കെ ഒന്ന് എടുത്ത് നോക്കും, കാരണം സൈഡൊക്കെ മാറിയില്ലേ. അപ്പോൾ 2 ദിവസം പ്രാക്ടീസിന് ശേഷമാണ് പിന്നെ മുതലാളി പുറത്തേക്ക് ഇറക്കാറുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. അമ്മ ഒന്ന് പുറത്തു പോകാൻ നിൽക്കുകയായിരുന്നു കേട്ടോ, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട്. ഞാനും ചുമ്മാ വരാമെന്ന് പറഞ്ഞു. അതേ വേഷത്തിൽ ഞാൻ കാറിലത്തെ പോലെ വളഞ്ഞിരുന്ന വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഞാനും അമ്മയും കൂടെ ശ്രീലത ടീച്ചറെ വീട്ടിൽ പോകണല്ലേ, ചക്ക വാങ്ങിക്കാൻ. എനിക്ക് ഭയങ്കര ചക്ക കൊതി ഉണ്ടായിരുന്നു. ചക്ക എനിക്ക് ശരിക്കും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു അത്. അവിടെ വീട്ടിലുണ്ട് ചക്ക, പക്ഷെ അത് പച്ച ചക്കയാ. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ട്, രാത്രിക്ക് ദോശമാവ് വാങ്ങിക്കാനുണ്ട്. അതാണ് ഇന്നത്തെ അജണ്ട. പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ തോന്നുന്നത് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളതും ഫ്രൂട്ട്സ് ആണ്. ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ചക്ക കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിരുന്നു വന്നിറങ്ങി അന്ന് എനിക്ക് ചക്ക കഴിക്കാൻ പറ്റിയത്. പിന്നെ അമ്മയ്ക്ക് കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ കാര്യത്തിൽ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അമ്മ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നുള്ളത്. കുറേ തവണ അമ്മ ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഓരോ തവണ അമ്മ ഡ്രൈവ് ചെയ്യുന്നത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് അമ്മ ഡ്രൈവ് ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ട്. തിരിച്ചു വന്ന് ഡിന്നർ കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ക്ലോസ് ഔട്ട് ചെയ്തു കേട്ടോ. ചെറിയൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റാ.